നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വിജയത്തിൽ നന്ദി പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന ജയത്തിൽ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി. യുവാക്കളിൽ നിന്ന് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചത് കൗതുകമുണർത്തുന്നു. പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് വൻ വിജയമെന്നും നരേന്ദ്രമോദി. തിരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിൽ 4 BJP അധികാരത്തിലെത്തുമെന്ന് അമിത്ഷാ. BJPക്ക് അനുകൂലമായ ജനവിധി അംഗീകരിക്കുന്നതായി രാഹുലും അഖിലേഷും. പഞ്ചാബിൽ ജയത്തിനു വേണ്ടി പ്രവർത്തിച്ച അമരീന്ദർ സിംഗിനും പാർട്ടി പ്രവർത്തകർക്കും കോൺഗ്രസ് ഉപാധ്യക്ഷന്റെ അഭിനന്ദനം. UPയിൽ അട്ടിമറി നടന്നുവെന്ന ആരോപണവുമായി മായാവതിയും രംഗത്ത്. തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും ആവശ്യം. മങ്ങാത്ത മോദി പ്രഭ. നിയമസഭാ തിരഞ്ഞെടുപ്പിലും മോദി തരംഗം. 5 സംസ്ഥാനങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും BJP അധികാരത്തിൽ. സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തിന്റെ പ്രതീക്ഷകൾ തച്ചുടച്ച് BJP നേടിയത് 4-3 ഭൂരിപക്ഷം. 403 അംഗ സഭയിൽ താമരയ്ക്ക് 322 വിശാല സഖ്യത്തിന് 58 സീറ്റുകൾ. മോദി പ്രഭാവത്തിൽ തകർന്നടിഞ്ഞ് BSP. നോട്ട് അസാധുവാക്കലും വർഗീയ പരാമർശങ്ങളും പ്രതിഫലിക്കാത്ത തിരഞ്ഞെടുപ്പിൽ രാഹുൽ അഖിലേഷ് സഖ്യത്തിന് നേരിടേണ്ടി വന്നത് നാണംകെട്ട തോൽവി. സംസ്ഥാനത്തേത് മോദി ഇഫക്റ്റ് എന്ന BJP. മുഖ്യമന്ത്രി അഖിലേഷ് യാദവിനെതിരെ സമാജ്വാദിയിൽ പടയൊരുക്കം. രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും അട്ടിമറിക്കും വേദിയായ ഉത്തരാഖണ്ഡിലും BJPക്ക് 3-2 ഭൂരിപക്ഷം. 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ BJPക്ക് 56ഉം കോൺഗ്രസിന് 12 സീറ്റുകൾ. ഭരണത്തിനായി സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയ കോൺഗ്രസ് മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് 2 മണ്ഡലത്തിലും തോറ്റു. പറയാൻ പഞ്ചാബ് മാത്രം. BJP തരംഗത്തിനിടയിലും കോൺഗ്രസിന് ആശ്വാസമായി പഞ്ചാബ്. 117 സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ അകാലിദൾ BJP സഖ്യത്തെ 3-ാം സ്ഥാനത്തേക്ക് തള്ളി കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ. ആം ആദ്മിക്ക് 2-ാം സ്ഥാനം. പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസ് പാളയത്തിലെത്തിയ നവജോത് സിംഗ് സിദ്ധുവിനും ജയം. അവസാന നിമിഷം വരെ സസ്പെൻസ് നിലനിർത്തിയ ഗോവയിൽ BJP മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറിന് അപ്രതീക്ഷിത തോൽവി. മുൻതൂക്കം കോൺഗ്രസിന്. മണിപ്പൂരിൽ ഭരണകക്ഷിയായ കോൺഗ്രസിന് ജയം. BJPക്ക് സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം. ആദ്യമായി തിരഞ്ഞെടുപ്പിനിറങ്ങിയ ഉരുക്കു വനിത ഇറം ശർമിളയ്ക്ക് ലഭിച്ചത് 90 വോട്ടുകൾ മാത്രം. വീഴ്ച സമ്മതിച്ച മന്ത്രി. പാലക്കാട് വാളയാറിൽ സഹോദരിമാരുടെ ദുരൂഹ മരണത്തിൽ വീഴ്ച സംബന്ധിച്ച നിയമമന്ത്രി AK ബാലൻ. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. പെൺകുട്ടികളുടെ കുടുംബത്തിന് സർക്കാർ സാമ്പത്തിക സഹായം നൽകുമെന്നും നിയമമന്ത്രി. സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ്. ഇതുവരെ അറസ്റ്റിലായ 4 പേർക്ക് പുറമെ കസ്റ്റഡിയിലുള്ള 3 പേർക്ക് കൂടി കുരുക്കുമുറുകും. കേസിൽ ഇന്നലെ അറസ്റ്റിലായത് കുട്ടികളുടെ അമ്മയുടെ ബന്ധു മധുവും ട്യൂഷൻ അധ്യാപകൻ പ്രദീപ് കുമാറും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2700 രൂപ, പവൻ 21,600 രൂപ. വെള്ളി ഗ്രാമിന് 44 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.